എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക ഹാപ്പി ഓണം. പിന്നെ എന്താ പറയുക, എൻ്റെ പട്ടിക്കുട്ടികളുടെ പേരിലും എൻ്റെ പൂച്ചക്കുട്ടികളുടെ പേരിലും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഗായ്സ്. അപ്പോൾ എല്ലാവരും അവരെ എന്താ പറയുക സ്നേഹത്തോടെ കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അവരെ പറ്റി കൺസേൺ ചെയ്യണത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യണത് കൊണ്ടാണ് എനിക്ക് അവർക്കും ഇങ്ങനെ ചോദിക്കാനും പറയാനൊക്കെ കമൻറ്റിലും ആൾക്കാരുണ്ടെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇതെൻ്റെ അമ്മാമ്മയുടെ സാരിയാണ് ഗൈസ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഞാനങ്ങനെ സാരിയൊന്നും അങ്ങനെ ഉടുത്തിട്ടില്ല, ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ പറയൂ ഗൈസ്, എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്? കൊള്ളാവോ? അപ്പോൾ എല്ലാവർക്കും ഇതാണ് എൻ്റെ അമ്മാമ്മ. പിന്നെ എന്തുവാ, ഇത് അമ്മാമ്മയുടെ സാരിയാണ്. പിന്നെ ഞാൻ അവരെ പോയി രാവിലെ കണ്ടായിരുന്നു ഓണത്തിൻ്റെ. പിന്നെ അവർക്ക് പാലൊക്കെ കൊണ്ട് കൊടുത്തായിരുന്നു. അവരെല്ലാം സന്തോഷത്തോടെ ഇരിക്കുന്നു. പിന്നെ ഞാൻ പോയത് ഞങ്ങളുടെ നാട്ടിലെ തന്നെ എന്താ പറയുക ജമന്തി പൂന്തോട്ടത്തിലാണ്. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു ഓണാശംസകൾ. അപ്പം ഓണമൊക്കെ ആയിട്ട് പൂവിനൊക്കെ അത്തപ്പൂക്കെ ഇടണ്ടേ. അപ്പോൾ നമുക്ക് അങ്ങ് തമിഴ്നാട്ടിലൊന്നും പോകണ്ട, ഇത് എൻ്റെ സ്വന്തം നാട്ടിൽ അവർ വളർത്തണയാണ്. കൊള്ളാവോ? അപ്പോൾ ഇത് ഞങ്ങളുടെ സ്വന്തം നാട്, എൻ്റെ സ്വന്തം നാട് അമ്പൂരിയിലുള്ള എന്താ പറയുക ജമന്തി പാടമാണ്. നമ്മുടെ കൃഷിഭവൻകാർ, അമ്പൂരി കൃഷിഭവൻകാർ റെഡിയാക്കിയ എന്താ പറയുക ജമന്തി പൂന്തോട്ടമാണ്. അവർ കഴിഞ്ഞ കൊല്ലവും ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അടിപൊളിയാണ് ഗൈസ്. നിങ്ങൾ അവിടെ വന്നാൽ തന്നെ ആ ഒരു പൂത്ത് ഇങ്ങനെ ജമന്തി പൂക്കൾ നിൽക്കുവാണ്. അപ്പം നമുക്ക് അങ്ങനെ ദൂരെ ഒന്നും പോവേണ്ടി വന്നില്ല അത്തപ്പൂവൊക്കെ ഇടാൻ വേണ്ടി. ഇവിടെ വന്ന് എന്ത് ചെയ്യുക, നമുക്ക് അവർക്ക് വാങ്ങിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ളവർക്കെല്ലാം ഈ കൃഷിഭവൻ കാരണം സത്യം പറഞ്ഞാൽ എന്താ പറയുക അങ്ങ് ദൂരെ ഒന്നും പോയി പൂ വാങ്ങിക്കേണ്ട, ഇവിടെ വന്ന് വാങ്ങിച്ചത്. അതും എന്താ പറയുക വലിയ പൈസയ്ക്കൊന്നും വാങ്ങിക്കേണ്ട, അവർ എന്താ നല്ല നമുക്ക് മിതമായ വിലയ്ക്കാണ് വിറ്റത്. അപ്പം അത്രയ്ക്ക് ഭയങ്കര സന്തോഷം. കാരണം എൻ്റെ നാടൊക്കെ എന്ന് പറയുമ്പോൾ എനിക്കൊരു അഭിമാനം. പിന്നെ എവിടെയും ഈ ജമന്തി കായ്ക്കും എന്നുള്ളത് നമുക്കിപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ തമിഴ്നാട്ടിൽ മാത്രമേ ജമന്തി ഇങ്ങനെ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതാണ്ട് ഡബറിൻ്റെയും വാഴയുടെ ഇടയിലാണ്. കണ്ടോ? അപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അത് എവിടെ വേണമെങ്കിലും കിട്ടുമെന്ന് നമുക്ക് എന്താ പറയുക നമ്മുടെ കൃഷിഭവൻകാർ തെളിയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അവർക്ക് വലിയ ഹാറ്റ്സ് ഓഫ്. കാരണം ഇത്രയും അവർ കഷ്ടപ്പെട്ടാണ് നമുക്ക് എന്താ പറയുക, നമുക്ക് അവിടെ പോയി ഫോട്ടോയൊക്കെ എടുക്കാം, വലിയ പ്രശ്നമൊന്നുമില്ല. അതാണ് ഞാൻ അവിടെ പോയി നല്ല വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ ഇത് മാത്രമല്ല, കുറച്ച് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാൻ മടിയും ഇത് എടുത്തിട്ടും ഒരാഴ്ചയായി ഗൈസ്. കാരണം എനിക്ക് പിന്നെ തിരക്കായിരുന്നു. കാരണം ഓണത്തിൻ്റെയും പിന്നെ പട്ടിക്കുട്ടികളുടെ കേസിൻ്റെ ആ വീഡിയോ ആയിട്ടും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ടമ്പൂരിലെ ഈ സ്ഥലം. അവിടെ ഇവിടുത്തെ വീട്ടുകാരാണ് എന്ത് ചെയ്യുക സ്ഥലം കൊടുത്തത്. സ്ഥലം ഇവരാണ് കൊടുത്തത്. എന്നിട്ട് എന്താ പറയുക കൃഷിഭവൻകാർ ഇവിടെ ചെടി നട്ടതാണ്. പിന്നെ ഞാൻ നേരെ രാവിലെ തന്നെ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ നമ്മൾ അച്ചാമ്മയുടെ വീട്ടിലാണ് വന്നത്. ഇതെൻ്റെ അച്ചാമ്മയും അച്ചാച്ചനുമാണ്. അപ്പം ഇവിടെയാണ് നമ്മളിന്ന് തിരുവോണം ആഘോഷിച്ചത്. പിന്നെ എൻ്റെ കൊച്ചനും കുഞ്ഞമ്മയും ഇവിടെ ഇല്ല. കാരണം കുഞ്ഞമ്മയ്ക്ക് വയ്യാണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അപ്പോൾ അവർ ആശുപത്രിയിലായതുകൊണ്ടാണ് ഇവിടെ കാണാത്തത്. പിന്നെ ഇത് വേറൊരു കൊച്ചനും അവരുടെ മക്കളുമാണ്. പിന്നെ ഇന്ന് ഇവിടെയാണ് ആഘോഷിച്ച ഗൈസ്. പിന്നെ ഞാൻ ലേറ്റായിട്ടാണ് വന്നത്. കുറച്ച് അമ്മയും അനിയത്തിയും നേരത്തെ വന്നു, ഞാനും അച്ഛനും ലേറ്റായിട്ടാണ് വന്നത്. കാരണം നമുക്ക് പട്ടിക്കും പൂച്ചയ്ക്കും ചോറും മീനും എല്ലാം കൊടുത്തിട്ട് പാലൊക്കെ കൊടുത്ത് അവരെ സെറ്റാക്കിയിട്ടാണ് ഞാൻ വന്നത് കുറച്ച് കഴിഞ്ഞിട്ട്. പിന്നെ എനിക്കിപ്പം മധുരം അത്ര പറ്റൂലായിരുന്നു. പക്ഷെ നിങ്ങൾക്കറിയാലോ അച്ഛമ്മമാരുള്ളൊക്കെ വീട്ടിൽ നമുക്ക് നിറയെ തരും. അതുകൊണ്ട് അച്ഛമ്മമാരെ കൊണ്ട് വിളമ്പിപ്പിക്കരുത്. അപ്പം ഇത് അച്ചാമ്മയാണ്. പിന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യും, നേരെ വീട്ടിലോട്ട് പോവും. ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ. പിന്നെ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഓണാഘോഷം. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബൈ.